സൈക്ലിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നമ്മൾ കൊച്ചിയിലൊരു സൈക്ലിംഗ് ക്ലബ്ബായിട്ട് കൊളാബിങ് ചെയ്തിട്ട് ഒരു ഇവൻറ്റ് നടത്തുന്നുണ്ട്. കേരളത്തിൽ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ളതെന്ന് പറയാം. സൈക്ലിംഗ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് മാമലക്കണ്ടത്തുനിന്ന്. അതായത് മൂന്നാറിൽ നിന്ന് നമ്മൾ തിരിച്ചു വരുന്ന വഴി മാമലക്കണ്ടം, കുട്ടമ്പുഴ, കോതമംഗലം, ആ വഴി എറണാകുളം. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് പ്ലാൻ ഉദ്ദേശിക്കുന്നത്. 2 ദിവസത്തെ ട്രിപ്പ് പോലെയാണ്. ഫസ്റ്റ് ഡേ നമ്മൾ മൂന്നാർ പോവും. മൂന്നാറിൽ നിന്ന് അത് സൈക്ലിങ്ങിനായിരിക്കില്ല കേട്ടോ, വണ്ടിക്കായിരിക്കും പോകുന്നത്. തിരിച്ചു വരുന്ന വഴിയാണ് സൈക്കിളിൽ പോരാന്നുള്ളൊരു പ്ലാൻ വെച്ചേക്കുന്നത്. അപ്പോൾ മൂന്നാറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അടിമാലി വഴി, മാമലക്കണ്ടം വഴി, ഉരുളന്തണ്ണി, അതേപോലെ കുട്ടമ്പുഴ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ വഴി പോരാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സൈക്ലിങ്ങിന് താല്പര്യമുള്ളവർ കുറച്ച് ആൾക്കാർ നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ഞാൻ ഈ ചാനലിലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് നടക്കുന്നുള്ളൂ. അപ്പോൾ ഇതാണ് റോഡ്. നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന റോഡിൻ്റെ ട്രയലിന് വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ്. ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്ന മാമലക്കണ്ടത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കുട്ടമ്പുഴ അവസാനിപ്പിക്കുക എന്നുള്ള രീതിയാണ്. ഏകദേശം ഒരു 22 കിലോമീറ്റർ എന്തുകൊണ്ട് കിലോമീറ്ററിൻ്റെ കണക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തെന്ന് എത്രയെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ പോണ വഴിയാണ് ഈ കാണുന്ന നോക്ക്. ഇതിൻ്റെ ഇടയിൽ ഒത്തിരി സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ വെള്ളച്ചാട്ടങ്ങൾ, അതേപോലെ ചെറിയ ടീ ഷോപ്പുകൾ, ഏറുമാടം, കുറച്ച് മോശമായ റോഡുണ്ട്. ഓഫ് റോഡ് പോലെ, ഓഫ് റോഡ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് റോഡ് മോശമായി കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ചെറിയ സിറ്റികളുണ്ട്. ഫുള്ള് കൂടുതലും നമ്മൾ ഈ വഴി ചൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് കൂടുതൽ ഇറക്കം കിട്ടും. നമുക്ക് സൈക്കിൾ ചവിട്ടാൻ, സൈക്ലിങ് എളുപ്പമായിരിക്കും. ഇത് വലിയ എക്സ്പേർട്ടുകൾക്ക് ഉദ്ദേശിച്ച സൈക്ലിംഗ് അല്ല കേട്ടോ. നമ്മൾ സാധാരണ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അത്യാവശ്യം ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ ഇതൊക്കെയാണ് വഴി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ പോണ വഴിക്ക് ഓഫ് റോഡ്, ജീപ്പ് ഓഫ് റോഡിങ്ങിൻ്റെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഹോം സ്റ്റേസ് ഒരുപാടുണ്ട്. കള്ള് ഷാപ്പുകളുണ്ട്. കള്ള് ഷാപ്പ് 1 or 2 എന്തോ ഉണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം മുന്നോട്ട് പോയി കഴിയുമ്പോൾ. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ റെസ്റ്റ് എടുത്തൊക്കെയാണ് പോകുന്നത്. നമ്മൾ സൈക്കിൾ കാണിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നമ്മളെ സ്പോൺസർ ചെയ്തേക്കുന്ന ഒരു വലിയ കമ്പനിയാണ്. അപ്പോൾ അതിൻ്റെ മോഡൽ നമ്മൾ ആ മോഡൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മോഡൽ ലോഞ്ചും എന്നുള്ള രീതിയിലാണ് ഇത് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു മാർച്ചിലാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലൈമറ്റ് ആയിരിക്കില്ല. ഇതിപ്പോൾ ഡിസംബർ, കുറച്ചുകൂടെ ഡ്രൈ ആയിരിക്കും സ്ഥലങ്ങളൊക്കെ. മാർച്ച് ഫസ്റ്റ് വീക്കാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്ക് നാഷണൽ ലെവലിൽ നിന്നുള്ള 1-2 പേര് ഇതിനകത്ത് സ്പോൺസർ ചെയ്യുന്നുണ്ട്. കുറച്ചധികം ബ്രാൻഡുകൾ, ഡെക്കാത്ലോൺ പോലെയുള്ള ബ്രാൻഡുകളാണ് നമുക്ക് സ്പോൺസർഷിപ്പ് തന്നേക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ റോഡിൽ നിന്ന് കാണാൻ വേണ്ടി വന്നപ്പോൾ ഒരു വീഡിയോ എടുത്തെന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ വഴിയൊക്കെ കണ്ടോളൂ. വഴിയൊക്കെ കണ്ടിട്ട് നിങ്ങൾ സൈക്ലിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മൾ 10 പേരടങ്ങുന്ന 10 സെറ്റാണ് ഉദ്ദേശിക്കുന്നത്. അതായത് 100 സൈക്കിള്. 10 സൈക്കിള് ഫസ്റ്റ് പോയി കഴിഞ്ഞിട്ട് പിന്നെ ഒരു ടൈം ഗ്യാപ്പ്, ഒരു 10 മിനിറ്റോ 20 മിനിറ്റ്സോ ഇട്ടിട്ടാണ് ഓരോ ബാച്ചും പോകുന്നത്. അപ്പോൾ അധികം ക്രൗഡാവില്ല റോഡ്. കാരണം ഈ പോകുന്ന വഴിക്കിടയ്ക്ക് ഈ മൃഗങ്ങൾ, ആന അങ്ങനെ ഇറങ്ങാനുള്ള ചാൻസുകളുണ്ട്. പിന്നെ ഈ വഴി KSRTC ബസ്സൊക്കെ പോകുന്നുണ്ട്, വലിയ വണ്ടികൾ, അതൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഇത്രയും ഗ്യാപ്പ് ഇട്ടാണ് സൈക്കിളുകൾ കിടത്തി വിടുന്നത്.
നമ്മുടെ റൂട്ട് മാപ്പിൽ, സൈക്ലിങ്ങിൻ്റെ റൂട്ട് മാപ്പിൽ ഓരോ 15 കിലോമീറ്റർ കൂടുന്തോറും ഒരു റിഫ്രഷ്മെൻറ്റ് സെൻറ്റർ വെക്കുന്നുണ്ട് കേട്ടോ. ഓരോ 15 കിലോമീറ്റർ കൂടുമ്പോഴാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അതായത് മൂന്നാർ തൊട്ട് ടോപ്പ് സ്റ്റേഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻഡ് ചെയ്യുന്നത് ഡെക്കാത്ലോൺ കളമശ്ശേരിയിലാണ് നമ്മളത് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ റൂട്ടിൽ ഓരോ 15 കിലോമീറ്ററും ഈ ഹിൽ ഏരിയകളിൽ ഇടുക്കി നെയ്യാറ്റിൻകര വരെയുള്ള സ്ഥലങ്ങളിൽ ഒരു 15 കിലോമീറ്റർ കൂടുമ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 30 കിലോമീറ്ററും നമ്മുടെ ഒരു റിഫ്രഷ്മെൻറ്റ് സെൻറ്റേഴ്സ് ഉണ്ട്. കൊച്ചി 141 സൈക്കിൾ മാരത്തോൺ എന്നാണ് ഇതിൻ്റെ ടൈറ്റിൽ വരുന്നത് കേട്ടോ. ഈ സൈക്ലിങ്ങിൻ്റെ 141 കിലോമീറ്റേഴ്സാണ് മൂന്നാറിൽ നിന്ന് ഏകദേശം കളമശ്ശേരി വരെ ഉള്ളത്. കൊച്ചി വരെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും സൈക്ലിംഗ് ക്ലബിലുള്ള മെമ്പേഴ്സോ അതല്ലെങ്കിൽ സൈക്ലിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ ഈ ഒരു ഇവൻറ്റിൽ പങ്കെടുക്കുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ പറയുക. ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് കാര്യങ്ങൾ, കോണ്ടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും സൈക്ലിങ് താല്പര്യമുള്ളവരോ സൈക്കിൾ ക്ലബ്ബിൽ അംഗങ്ങളായിട്ടുള്ളവരോ ഫ്രണ്ട്സ് ആരെങ്കിലും ചെയ്യുന്നുണ്ടാകും എങ്കിൽ അവരോടൊക്കെ ഒന്ന് പറയുക. പോണ വഴികൾ ബാക്കി ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കാം. നിങ്ങൾ കണ്ട് നോക്കിയത് ട്രയൽ റണ്ണാണ്. വാളറ മുതൽ നമ്മൾ പോകുന്നത് കുട്ടമ്പുഴ വരെയാണ് പോകുന്നുള്ളൂ സൈക്കിളിൽ. അത് നമ്മൾ അവിടെ നിന്ന് വണ്ടി എടുത്ത് നേരെ കൊച്ചിയിലോട്ടാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ വരും ദിവസങ്ങളിൽ നിങ്ങളെ അറിയിക്കാൻ പറ്റും. ന്യൂസിലൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ട്രയലിന് വന്നപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ടെന്നുള്ളൂ. അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക. ഇനി മാരത്തോണിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഈ വഴി വരുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ വഴി അധികം ആൾക്കാരൊക്കെ പോകുന്നുണ്ട് കാണാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. മൂന്നാറിലോട്ട് പോകുന്നത് നമ്മൾ എറണാകുളത്ത് നിന്ന് വന്നു കഴിയുമ്പോൾ കോതമംഗലം വഴി കുട്ടമ്പുഴ കയറി അങ്ങനെയാണ് മൂന്നാറിലോട്ട് അങ്ങനെ പോകുന്നവരുണ്ട്. അതിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഒരു ടൂറിസ്റ്റ് സ്പോട്ടുകളാണ് ഈ വഴി. പോകുന്ന വഴി കുളിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഈ റോഡ് കൂടാതെ റോഡിൻ്റെ സൈഡിലായിട്ട് കുറേ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണിത്.